ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫീനിക്സ് ഇംഗ്ലീഷ് അക്കാദമി. അപ്പം എല്ലാവരും കഴിഞ്ഞ ക്ലാസ്, ഒന്നാമത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കേട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് നോട്ട്സുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്ക്രീനിൽ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എയും ആൻഡേയും യൂസേജിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആർട്ടിക്കിൾസിലുള്ള എയും ആൻഡേയും യൂസേജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോനൗൺസിനെ കുറിച്ചാണ്. അതിനു മുമ്പായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ഈ ചാനലിലെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. എല്ലാവരും ബെൽ ഐക്കൺ അമർത്തുക. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എയും ആനും എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്നും നിങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്ത് പേഴ്സണൽ ട്രെയിനേഴ്സിനെ കാണിച്ചു എന്നും ഡൗട്ട് എല്ലാം ക്ലിയർ ആക്കി എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോനൗൺസ് ആണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ എല്ലാവരുടെയും പേരുണ്ട്. പക്ഷേ പേര് ചേർത്താണോ എപ്പോഴും നമ്മൾ വിളിക്കുന്നത്? ഇപ്പം നമ്മുടെ അടുത്തൊരു സുഹൃത്ത് നിൽക്കുവാണെങ്കിൽ ആ സുഹൃത്തിന് എപ്പോഴും പേര് ചേർത്താണോ നമ്മൾ വിളിക്കുന്നത്? ചിലപ്പം എടാ ഇങ്ങ് വന്നേ, അല്ലെങ്കിൽ നീ ഇങ്ങ് വന്നേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഈ എടാ, നീ, ഇതിനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രോനൗൺസ് എന്നാണ് പറയുന്നത്. നമ്മുടെ പേരിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഇംഗ്ലീഷിലുള്ള ഈ പ്രോനൗൺസ് ഏതൊക്കെയാണെന്നും ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. പ്രോനൗൺസ് എന്ന് പറയുന്നത് നമ്മളെ നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഈ ലോകത്ത് എന്തോരം കാര്യങ്ങളുണ്ടെന്ന്. ഇപ്പം ഭൂമിയുടെ അകത്തും പുറത്തുമായിട്ട് ഒത്തിരി വസ്തുക്കളുണ്ട്. ഈ ഓരോ വസ്തുവിനും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പം ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഒരു പേരാണ്. ആ ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഭൂമി, എർത്ത് എന്ന്. അപ്പോൾ ഈ എർത്തിനകത്ത് തന്നെ ട്രീസ്, ബേർഡ്സ്, മനുഷ്യർ, മാൻ. അപ്പോൾ ഈ ഓരോ മനുഷ്യന് ഇപ്പോൾ ആണുണ്ട്, പെണ്ണുണ്ട്. അപ്പോൾ ഈ ഓരോ മനുഷ്യർക്ക് തന്നെ നമ്മൾ ഓരോരുത്തർക്കും പേര് കൊടുത്തിട്ടുണ്ട്. മനു, ലത, ഇർഫാൻ, അങ്ങനെ പല 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 പേരുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പേരിട്ട കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ ഏതൊരു വസ്തുവിനും പേര് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നൗൺസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നെയിമിങ് വേർഡ്സ് ആണ് എന്ത്, നൗൺസ്. ഈ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പേര് എടുത്തെടുത്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ലതയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ലത ഒരു വിദ്യാർത്ഥിയാണ്. ലത താമസിക്കുന്നത് എറണാകുളത്താണ്. ലതയ്ക്ക് ബുക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? Lata is a student. Lata lives in Ernakulam. Lata likes reading books. ഓക്കെ, അപ്പോൾ ഈ ലത എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് പകരം നമുക്ക് ഏത് വേർഡ് അവിടെ യൂസ് ചെയ്യാം? ലതയ്ക്ക് പകരം അവൾ. ഇപ്പം ലത ഒരു വിദ്യാർത്ഥിയാണ്. അവൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അവൾക്ക് ബുക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുന്നത്? ഷീ. ലതയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഷീ. ലത ഇസ് എ സ്റ്റുഡൻറ്റ്. ഷീ ലിവ്സ് ഇൻ എറണാകുളം. ഷീ ലൈക്സ് റീഡിങ് ബുക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോനൗൺസ്. ഈ ഒരു നൗണിന്, ലത എന്ന് പറഞ്ഞ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്തതാണ് എന്ത്, ഷീ. അപ്പോൾ അതാണ് പ്രോനൗൺസ്. ഈ പ്രോനൗൺസിന് തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ഒരാളെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ആണ് സംസാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. അപ്പം ആരാണ് സംസാരിക്കുന്നത്? ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുകയാണ് എങ്കിൽ അവിടെ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്ന ആൾ ആണ് ഫസ്റ്റ് പേഴ്സൺ, ദ പേഴ്സൺ സ്പീക്കിംഗ്. ഇനി ആരോട് സംസാരിക്കുന്നു? അപ്പം ഞാനിപ്പോൾ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. അപ്പോൾ ആരോട് സംസാരിക്കുന്നു അവരാണ് സെക്കൻഡ് പേഴ്സൺ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. ഓക്കെ, ഇനി ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? മറ്റൊരാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരാണ് തേർഡ് പേഴ്സൺ. ആരെക്കുറിച്ച് സംസാരിക്കുന്നോ അവരാണ് തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആര് സംസാരിക്കുന്നു, ദ പേഴ്സൺ സ്പീക്കിംഗ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരോട് സംസാരിക്കുന്നു, ദ പേഴ്സൺ സ്പോക്കൺ ടു. ഇനി മൂന്നാമത് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരെക്കുറിച്ച് സംസാരിക്കുന്നു, ദ പേഴ്സൺ ഓർ തിങ് സ്പോക്കൺ ഓഫ്.
ഓക്കെ, ഇതാണ് 3 പേഴ്സൺസ്, പ്രോനൗൺസിനകത്തുള്ള 3 പേഴ്സൺസ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതിനകത്ത് തന്നെ സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ അല്ലെങ്കിൽ ഒന്ന്, ഒരു കാര്യം. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിൽ എങ്ങനെയാണ് സിംഗുലറും പ്ലൂറലും വരുന്നത്? ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, എൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിലോ? ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ എന്താണ്? ഐ ആം സ്പീക്കിംഗ് അല്ലേ, ഐ. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തും കൂടെ സംസാരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് ചേർന്നാണ് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെ പറയും? വി. കുറേ പേരാണ് സംസാരിക്കുന്നത്, അപ്പോൾ വി. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറാണ് ഐ, ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളെങ്കിൽ ഐ. കുറേ പേരല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി. ഇനി ഞാൻ ആരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആരോട് സംസാരിക്കുന്നു, അതിൽ തന്നെ ഒരാളോട് സംസാരിക്കാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചാലും ഒരാളോട് സംസാരിച്ചാലും ഒന്നിൽ കൂടുതൽ സംസാരിച്ചാലും ഞാൻ ഇംഗ്ലീഷിൽ ഒറ്റ വേർഡേ ഉള്ളൂ അതിന്, യു. ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിൽ ചെന്നിട്ട് ഒരു കുട്ടിയോട് സംസാരിക്കുവാണെങ്കിൽ എങ്ങനെയാണ്? യു എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്, ഹൗ ആർ യു. ഇനിയിപ്പോൾ ഹോൾ ക്ലാസ്സിനോടാണ് സംസാരിക്കുന്നതെങ്കിലും ടീച്ചറിന് എങ്ങനെ പറയാം? ഹൗ ആർ യു എന്ന് പറയാം. ആ യു തന്നെയാണ് അവിടെ ഒരാൾക്കും ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കും വേണ്ടി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. ഇനി തേർഡ് പേഴ്സൺ ആരെക്കുറിച്ച് സംസാരിക്കുന്നു? എനിക്ക് അവനെക്കുറിച്ച് സംസാരിക്കാം, അവളെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കാം, അവരെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ അവൻ, അവൾ അല്ലെങ്കിൽ അദ്ദേഹം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിനെയൊക്കെ നമ്മൾ ഏത് വേർഡാണ് പറയുന്നത്? ഹി, ഷീ, ഇറ്റ്. അവൻ, ഹി, അവൾ, ഷീ, അത്, ഇറ്റ്. ഇതാണ് തേർഡ് പേഴ്സണിലെ സിംഗുലർ. ഇനി അവർ, അവരെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. തേർഡ് പേഴ്സൺ പ്ലൂറലാണ് ദേ. അപ്പോൾ അങ്ങനെ പ്രോനൗൺസിൽ തന്നെ 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഈ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. വി ആർ സ്പീക്കിംഗ്, ഞങ്ങൾ സംസാരിക്കുകയാണ്. സെക്കൻഡ് പേഴ്സണിൽ ആരൊക്കെയുണ്ട്? സിംഗുലറും യു ആണ്, പ്ലൂറലും യു ആണ്. യു ആർ റീഡിങ് എ ബുക്ക്, നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണ്. യു ആർ അറ്റൻഡിങ് എ ഫങ്ഷൻ. ഇപ്പോൾ കുറേ പേരുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങളെല്ലാവരും ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെന്ന് അർത്ഥം വരാം. ഓക്കെ, ഇനി തേർഡ് പേഴ്സണിൽ നമുക്ക് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അതിനകത്ത് എക്സാമ്പിൾസ് പറഞ്ഞാൽ, ഹി ഈസ് കുക്കിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ തിങ്സ് പറയാനും അല്ലെങ്കിൽ അനിമൽസിനെയൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നത്. അവൾ, അവൻ, അത്. ഇപ്പം ഒരു ഡോഗിനെയോ ക്യാറ്റിനെയോ ഒക്കെ അല്ലെങ്കിൽ അനിമൽസിനെയോ, പിന്നെ ഈ ജീവനില്ലാത്ത വസ്തുക്കൾ, ബുക്സ്, പെന്ന്, ഹൗസ്, അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ നമ്മൾ സൂചിപ്പിക്കാനായിട്ടാണ് ഇറ്റ് എന്ന് പറഞ്ഞ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ ഹൗസ്. അല്ലെങ്കിൽ ഇപ്പം മൈ ഡോഗ്സ് നെയിം ഈസ് ടോമി, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡോഗ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ ഏത് പ്രോനൗണാണ് ഞാൻ യൂസ് ചെയ്തത്? ഇറ്റ് എന്ന് പറഞ്ഞ പ്രോനൗണാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡോഗ്സ് അല്ലെങ്കിൽ ആനിമൽസിനും നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇറ്റ്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലറിൽ ഹി, ഷീ, ഇറ്റ്. അതുപോലെ തന്നെയാണ് തേർഡ് പേഴ്സൺ സിംഗുലറിലെ പ്ലൂറൽ ദേ ആർ ലിവിങ് നിയർ മൈ ഹൗസ്, അവരെൻ്റെ വീടിന് അടുത്താണ് താമസിക്കുന്നത്, ദേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോനൗൺസ് ഏതൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പഠിച്ചത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് പോയിൻ്റായിട്ട് പറയാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത്, ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നൗൺസ് എന്താണെന്നാണ്. നമുക്ക് ഈ ലോകത്ത് നെയിം ചെയ്യാൻ പറ്റുന്ന, പേര് ചേർത്ത് വിളിക്കാൻ പറ്റുന്ന ഏതൊരു വസ്തുവിനെ നമ്മൾ നൗൺ എന്നാണ് പറയുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ നെയിമിങ് വേർഡ്സ്. സെക്കൻഡ് പോയിന്റ്, ഈ നൗൺസിന് പകരക്കാരായിട്ട് ഉപയോഗിക്കുന്നവരെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. സോ പ്രോനൗൺസ് ആർ വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. അതാണ് പ്രോനൗൺസ്. ഈ പ്രോനൗൺസ്, ഇനി മൂന്നാമത്തെ പോയിന്റ്, ഈ പ്രോനൗൺസ് തന്നെ 3 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. നാലാമത്തെ പോയിന്റ്,
ഓരോന്നും ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആര് സംസാരിക്കുന്നു, ദ പേഴ്സൺ സ്പീക്കിംഗ്. അതിൽ തന്നെ സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. സിംഗുലർ ഐ, പ്ലൂറൽ വി. സെക്കൻഡ് പേഴ്സൺ ആരോട് സംസാരിക്കുന്നു, ദ പേഴ്സൺ സ്പോക്കൺ ടു. അതിൽ സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. തേർഡ് പേഴ്സൺ ആരെക്കുറിച്ച് സംസാരിക്കുന്നു, ദ പേഴ്സൺ ഓർ തിങ് സ്പോക്കൺ ഓഫ്. അതിൽ സിംഗുലർ എന്ന് പറയുന്നത് ഹീയും ഷീയും ഇറ്റുമാണ്. പ്ലൂറൽ എന്ന് പറയുന്നത് ദേ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സിമ്പിളല്ലേ. ഇതിനകത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് ഒത്തിരി സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ ഹോംവർക്കും. നിങ്ങൾ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നമ്മൾ പഠിപ്പിച്ചതിനകത്ത് ഏതൊക്കെയാണ് ഉള്ളത്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അപ്പോൾ അങ്ങനെ ഓരോന്നും വെച്ച് ഒരു സെൻറ്റൻസ് വീതം കൺസ്ട്രക്റ്റ് ചെയ്യുക, ഉണ്ടാക്കുക, എഴുതുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഹോംവർക്ക്. അപ്പം എത്ര സെൻറ്റൻസ് മൊത്തം വരുമായിരിക്കും? ഐ കൊണ്ടൊരെണ്ണം, വി കൊണ്ട്, യു കൊണ്ട് 2 എണ്ണം, ഒരാളോട് പറയുന്നത് രണ്ട് പേരോട് പറയുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് പറയുന്നതുമായിട്ടുള്ള സെൻറ്റൻസ് വേണം. പിന്നെ ഹി, ഷീ, ഇറ്റ്, ദേ, അങ്ങനെ മൊത്തം 7 സെൻറ്റൻസാണ് ഇന്ന് നമ്മൾ എഴുതി നോക്കേണ്ടത്. എന്നിട്ട് ഇത് നമുക്ക് പേഴ്സണൽ ട്രെയിനേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, പ്രൊനൗൺസിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ മതി. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അതുപോലെ നിങ്ങളുടെ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്ത് തരും. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഹായ് ഓൾ. ഇന്നത്തെ ഫ്രേസസിലോട്ട് വരാം. ഇപ്പം നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോകുന്നയാൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നയാൾ കുറച്ച് മുഖമൊക്കെ വാടി അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുകയോ അല്ലെങ്കിൽ കുറച്ച് അപ്സെറ്റ് ആയിട്ട് തോന്നുകയോ, ഇപ്പം മുഖം വാടിയിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ സാധാരണ 3 രീതിയിലാണ് അയാളോട് ചോദിക്കുന്നതല്ല. സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കും, നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നീ ഓക്കെ ആണോ, ആർ യു ഓക്കെ. സിമ്പിളായിട്ട് ആർ യു ഓക്കെ എന്ന് നമുക്ക് ചോദിക്കാം. രണ്ടാമത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ആർ യു ഓൾ റൈറ്റ്, ആർ യു ഓൾ റൈറ്റ് എന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എന്ത് പറ്റി എന്ന് നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം. വാട്ട് ഹാപ്പൻഡ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം ഇങ്ങനെ 3 രീതിയിലാണ് ഈ ഒരാളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ആൾ വല്ലാണ്ടിരിക്കുവാണെന്ന് വല്ല നമുക്ക് തോന്നിയാൽ അയാളോട് ചോദിക്കാനായിട്ട് പറ്റുന്നത്. എന്തൊക്കെയാണ്? ആർ യു ഓക്കെ, ആർ യു ഓൾ റൈറ്റ്, വാട്ട് ഹാപ്പൻഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ.